സോ ഇത് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. അതിൽ മെയിനായിട്ട് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പോസ്റ്റുലേറ്റ്സ് കുറേ അധികം തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. എസ്സേക്ക് തന്നെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോ അത് നന്നായിട്ടൊന്ന് പഠിക്കുക. സോ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പോസ്റ്റുലേറ്റ്സ്, നമ്മൾ പോസ്റ്റുലേറ്റ് എഴുതുമ്പോൾ ഒരിക്കലും നമ്മുടെ സ്വന്തം സെൻറ്റൻസ് എഴുതരുത്. എന്താണോ പോസ്റ്റുലേറ്റ് കിടക്കുന്നത് അത് തന്നെ എഴുതാൻ ശ്രമിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പോസ്റ്റുലേറ്റിൻ്റെ സെൻറ്റൻസുകൾ ഇങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാൻ നിൽക്കരുത്. എന്താണോ പോസ്റ്റുലേറ്റിൽ കിടക്കുന്നത് അത് തന്നെ എഴുതാനായിട്ട് കൂടുതലും ശ്രമിക്കുക. സപ്പോസ് 5 പോസ്റ്റുലേറ്റ് ആണ് ക്വാണ്ടം മെക്കാനിക്സിനുള്ളത്. അതിനകത്ത് ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ കംപ്ലീറ്റ്ലി സ്പെസിഫൈ ചെയ്യുന്ന ഒരു ഫങ്ഷൻ ഉണ്ട്, അതാണ് സൈ എന്ന് പറയുന്നത്. ഓക്കെ, സൈ ആർ ഓഫ് ടി. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് പാർട്ടിക്കിളുടെ കോർഡിനേറ്റ്സിനെയാണ്. അതാണ് ആർ എന്ന് പറയുന്നത്. ആൻഡ് ഓൺ ദ ടൈം. ആ ഫംഗ്ഷനെ വേവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. അതിന് എന്താണ്, വിച്ച് ഹാസ് ദ പ്രോപ്പർട്ടി ദാറ്റ് സൈ സ്റ്റാർ സൈ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സൈ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് പാർട്ടിക്കിൾ, ആ പെർട്ടിക്കുലർ വോളിയത്തിൽ ആ പാർട്ടിക്കിൾ എവിടെയാണ് എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതാണ് പോസ്റ്റുലേറ്റ്. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് ബൈ എ ഫംഗ്ഷൻ സൈ ആർ ഓഫ് ടി ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പാർട്ടിക്കിൾ ആൻഡ് ഓൺ ദ ടൈം. And this function is called wave function or state function, which has the property that psi star psi dx dy dz is the probability that particle lies in the volume element dx dy dz located at r at a time t. ഓക്കെ, നമുക്ക് പാർട്ടിക്കിൾ എവിടെയാണെന്നുള്ള പ്രോബബിലിറ്റി, ആ പാർട്ടിക്കിൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ വഴി നമുക്ക് സാധിക്കും. ഓക്കെ, ആൻഡ് ദാറ്റ് വേവ് ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ coordinates of the particle and on the time. Okay, ഓക്കെ, നെക്സ്റ്റ് വേവ് ഫംഗ്ഷൻ ആകണമെങ്കിൽ അത് കുറച്ച് കാര്യങ്ങൾ ഒബേ ചെയ്യണം. ഓക്കെ, അതാണ് വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. പലപ്പോഴും വാട്ട് ആർ ദ ഫീച്ചർ അല്ലെങ്കിൽ വാട്ട് ആർ ദ കണ്ടീഷൻസ്, ഒരു വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ ആകണമെങ്കിൽ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. സോ വേവ് ഫംഗ്ഷൻ ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഫൈനൈറ്റ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം. പ്രോബബിലിറ്റി 0 ആയി പോയി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം, അവിടെ പാർട്ടിക്കിൾ ഇല്ല എന്നാണ് അർത്ഥം. സോ ഒരിക്കലും അത് ഇൻഫൈനൈറ്റോ അല്ലെങ്കിൽ എന്താണ് 0യോ ആകാൻ പാടില്ല. അത് എന്തായിരിക്കണം, 0 to 1 ഇടയ്ക്ക് വേരി ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആയിരിക്കണം. അതെന്ന് പറഞ്ഞാൽ വേവ് ഫംഗ്ഷൻ ഷുഡ് ബി ഫൈനൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് വേവ് ഫംഗ്ഷൻ ഷുഡ് ബി സിംഗിൾ വാല്യൂഡ്. കാരണം ഒരു പ്രോബബിലിറ്റിയെ കാണാവുള്ളൂ, പാർട്ടിക്കിളിനെ കാണാൻ സാധ്യത ഉള്ള ഒരു പ്രോബബിലിറ്റിയെ കാണാവുള്ളൂ. ഓക്കെ, ഒരു ഗിവൺ റീജിയൻ ഓഫ് സ്പേസിൽ സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം. ദെൻ ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ്. ഓക്കെ, പ്രോബബിലിറ്റി ഫംഗ്ഷന് ഡിസ്കണ്ടിന്യൂയിറ്റീസ് ആകാൻ പാടില്ല. വേവ് ഫംഗ്ഷൻ എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. സോ ഇതാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ് പോസ്റ്റുലേറ്റ്. വേവ് ഫംഗ്ഷൻ സൈയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പോസ്റ്റുലേറ്റ് ആണ് ക്വാണ്ടം മെക്കാനിക്സിലെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്. സോ സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ എവരി ഒബ്സർവബിൾ ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ് ദർ ഇസ് എ കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ എന്ത് ഫങ്ഷൻസ് എടുത്താലും എന്ത് ക്വാണ്ടിറ്റീസ് എടുത്താലും അവയെ അവയ്ക്ക് പകരം ഒരു ഓപ്പറേറ്റർ ക്വാണ്ടം മെക്കാനിക്സിൽ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലാസിക്കൽ മെക്കാനിക്സ് ഡീൽ ചെയ്യുന്നത് പൊസിഷൻ, മൊമെൻറ്റം, ആംഗുലർ മൊമെൻറ്റം, എനർജി ഇതുപോലത്തെ ഉള്ള ക്വാണ്ടിറ്റീസിനെയാണ് ഡീൽ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് അത് മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെ ക്വാണ്ടിറ്റീസ് ആണ്. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് ഡീൽ ചെയ്യുന്നത് ആരെയാണ്, മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനെയാണ് കൂടുതലും ക്വാണ്ടം മെക്കാനിക്സ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവരൊക്കെ മെഷറബിൾ ആണ്. ഓക്കെ, ഈ മെഷറബിൾ വേരിയബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്സർവബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ ഒബ്സർവബിളിന് എന്താണ് ക്വാണ്ടം മെക്കാനിക്സിൽ കറസ്പോണ്ടിങ് ഓപ്പറേറ്റേഴ്സ് കാണും. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവയ്ക്ക് പകരം അവിടെ ഓപ്പറേറ്റേഴ്സിനെ റീപ്ലേസ് ചെയ്യും എന്നുള്ളതേ ഉള്ള അതിൻ്റെ ഫിസിക്കൽ മീനിങ്. ഓക്കെ,
സോ വാട്ട് ആർ ഓപ്പറേറ്റേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. ക്വാണ്ടം മെക്കാനിക്സിൽ ഡൈനാമിക് അല്ലെങ്കിൽ ഒബ്സർവബിളിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഓപ്പറേറ്റേഴ്സ് വരുന്നത്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾസ് ആണ്. എന്താണ് ഈ ഓപ്പറേറ്റർ അവിടെ ഉണ്ടെങ്കിൽ ആ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അവിടെ നടത്തണം എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിമ്പിൾസ് ആണ് ഈ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അത് താഴോട്ട് കാണുമ്പോൾ മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, ഈ ഓപ്പറേറ്റർ അവിടെ ഉണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അവിടെ നടത്തണം എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിമ്പിൾസ് ആണ് ഈ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റേഴ്സിന് എന്തൊക്കെ ക്യാരക്ടേഴ്സ് വേണം, നമ്മൾ വേവ് ഫംഗ്ഷൻ ആകാൻ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് വേണമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഓപ്പറേറ്റേഴ്സ് എന്തായിരിക്കണം, ലീനിയർ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്, എ ക്യാപ്പ് ഒരു ഓപ്പറേറ്ററാണ് ഇവിടുത്തെ, അല്ലെ ആ ഓപ്പറേഷനാണ് അവിടെ നടത്തുന്നത്. സോ എ ക്യാപ്പ് ഇൻറ്റു ψ1 + ψ2 എന്ന് പറയുന്നത് എ ക്യാപ്പ് ψ1 + എ ക്യാപ്പ് ψ2 എന്ന് പറയുന്ന രീതിയിൽ അത് ലീനിയർ ആയിരിക്കണം. ഓക്കെ, ആൻഡ് സി ഒരു കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പുറത്തെടുത്ത് കഴിഞ്ഞാലും നമുക്ക് സെയിം ഉത്തരം കിട്ടണം. അങ്ങനെ ഒരു ലീനിയർ ക്യാരക്ടർ ഇതിനുണ്ടായിരിക്കണം. സെക്കൻഡ്ലി ഓപ്പറേറ്റേഴ്സ് ഹെർമീഷ്യൻ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്, ψ1 ψ2 എന്താണ്, രണ്ട് വേവ് ഫങ്ഷൻസ് ആണ്. എ ക്യാപ്പ് ഹെർമീഷ്യൻ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ψ1 എ ക്യാപ്പ് ψ2 ഡീറ്റോയുടെ ഇൻ്റഗ്രൽ എടുത്താലും ψ2 എ ക്യാപ്പ് ψ1 സ്റ്റാർ ഡീറ്റോയുടെ ഇൻ്റഗ്രൽ എടുത്താലും നമുക്ക് എന്ത് കിട്ടണം, സെയിം വാല്യൂ കിട്ടണം. അപ്പോഴാണ് നമ്മൾ ഒരു ഓപ്പറേറ്റർ ഹെർമീഷ്യൻ ആണെന്ന് പറയുന്നത്. ഓക്കെ, താഴെ കുറച്ച് ഓപ്പറേറ്റേഴ്സ് തന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പരിചയമുള്ളൊരു ഓപ്പറേറ്റർ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ എന്താണ്, ടോട്ടൽ എനർജി ഓപ്പറേറ്റർ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. എന്താണ്, വേവ് ഫംഗ്ഷൻ ഷ്രോഡിൻജർ വേവ് ഇക്വേഷൻ കാണുമ്പോൾ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. സോ ആദ്യം സിംപ്ലസ്റ്റിന്ന് തുടങ്ങാം. മൊമെൻറ്റം കണ്ടോ, പി എക്സ് ആണ്, ഇവിടെ പി ക്യാപ്പ് എക്സ് ആണ് അതിൻ്റെ ഓപ്പറേറ്റർ വരുന്നത്. അതിൻ്റെ ഇത് വരുന്നത് എന്താണ്, -IHs × ∂A/∂x എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ആൻഡ് if it is in 3 directions, XYZ directions, ഇതുപോലെയാണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. IH × I ∂y/∂x + J ∂y/∂y + K ∂y/∂z. കൈനറ്റിക് എനർജിയുടെ ഓപ്പറേറ്റർ ആണ് കെ ക്യാപ്പ് എക്സ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ ഫോം -H×2m × ∂by/∂x². അത് എന്താണ്, 3 ഡയറക്ഷൻസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. വി ക്യാപ്പ് എക്സ് ആണ് പൊട്ടൻഷ്യൽ എനർജിയുടെ എന്ന് പറയുന്നത്. സോ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എച്ച് ക്യാപ്പ് ആണ്. എച്ച് ക്യാപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റർ ആണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ. സോ അതിൻ്റെ എന്തെന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂടി ആഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ കുറച്ച് ഓപ്പറേറ്റേഴ്സ് പഠിച്ചു വെക്കുക. ഓപ്പറേറ്റേഴ്സ് എടുത്ത് ചോദിക്കാറില്ല, ബട്ട് ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പറേറ്റേഴ്സിൻ്റെ ഇതും എഴുതുക. ഓപ്പറേറ്റേഴ്സ് ലീനിയർ ആയിരിക്കണം, ഹെർമീഷ്യൻ ആയിരിക്കണം. ലീനിയർ ആകാനുള്ള 2 മാത്തമാറ്റിക്കൽ ഫോം ഉണ്ട്, ഹെർമീഷ്യൻ ആകാനുള്ളതിന് മാത്തമാറ്റിക്കൽ ഫോം ഉണ്ട്. ആൻഡ് ദെൻ നമ്മൾ 2 ഓപ്പറേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾ എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് തേർഡ് പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ 3rd, 4th, 5th പോസ്റ്റുലേറ്റ് എളുപ്പമാണ്, ഒരുപാട് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. സോ തേർഡ് പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പറേറ്ററിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒബ്സർവബിൾ അതൊരു ക്വാണ്ടിറ്റി ആയിരിക്കും. സോ ആ വാല്യൂസ് എന്ന് പറഞ്ഞാൽ അവയെ നമ്മൾ ഏഗൺ വാല്യൂസ് എന്ന് പറയും, എയും, ആൻഡ് വിച്ച് സാറ്റിസ്ഫൈ ദ ഏഗൺ വാല്യൂ ഇക്വേഷൻ. എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ എ ക്യാപ്പ് psi ഈസ് ഈക്വൽ ടു സ്മോൾ a psi എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഈസ് ദ ഏഗൺ വാല്യൂ ഓഫ് ദ വേവ് ഫംഗ്ഷൻ എന്താണ്, psi. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏഗൺ വാല്യൂ ഇക്വേഷൻ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, നോക്കിക്കേ. ഫോർ എക്സാമ്പിൾ, let us consider the measurement of energy. ഓക്കെ, ഓപ്പറേറ്റർ കറസ്പോണ്ടിങ് ടു എനർജി എന്ന് പറഞ്ഞാൽ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആണ് എച്ച് ക്യാപ്പ്. അതാണ് ഞാൻ പറഞ്ഞത് എന്താണ്, ഈ എച്ച് ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഏഗൺ വാല്യൂ ഇക്വേഷൻ ഇവിടുത്തെ എന്താണ്, എച്ച് ക്യാപ്പ് psi n ഈസ് ഈക്വൽ ടു ഇ psi n ആൻഡ് ഇ ഈസ് ദ ഏഗൺ വാല്യൂ ഹിയർ.
ഓക്കെ, ഇത് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ എന്താണ് ഇതിനെ ഈഗൺ വാല്യൂ പോസ്റ്റുലേറ്റ് എന്നും പറയാറുണ്ട്, ഈ പോസ്റ്റുലേറ്റ് 3A. ഓക്കെ, അപ്പോൾ പോസ്റ്റുലേറ്റ്സിൻ്റെ പേരൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ അത്ര ഡീപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് പോസ്റ്റുലേറ്റ് 4 എന്ന് പറഞ്ഞാൽ ഓക്കെ എന്താണ് സൈ വെച്ചിട്ട് ഒരു വേവ് ഫംഗ്ഷൻ, സൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ വെച്ചിട്ട് ഒരു സ്റ്റേറ്റിനെ ഒരു സിസ്റ്റത്തെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് ദ ഒബ്സർവബിൾ നമ്മൾ എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് ടു എ ക്യാപ് ഈസ് ഗിവൺ ബൈ ദിസ് ഫോർമുല. ഇപ്പം എന്ത് വേണ്ട, ഈ ഫോർമുല എ ആവറേജ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ സ്റ്റാർ എ ക്യാപ്പ് സൈ ഡീറ്റോ. ഓക്കെ, അത്ര മാത്രം ആ പോസ്റ്റുലേറ്റിൽ പഠിച്ചാൽ മതി, ഒരുപാടൊന്നും പഠിക്കേണ്ട നിങ്ങൾ. നെക്സ്റ്റ് പോസ്റ്റുലേറ്റ് 5 എന്ന് പറഞ്ഞാൽ എന്താണ്, വേവ് ഫംഗ്ഷൻ ഓർ സ്റ്റേറ്റ് ഫംഗ്ഷൻ ഓഫ് എ സിസ്റ്റം ഈസ് എ സൊല്യൂഷൻ ഓഫ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ. എന്താണ് വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ്റെ നമുക്കൊരു വേവ് ഫംഗ്ഷൻ്റെ സൊല്യൂഷൻ വേണമെങ്കിൽ അത് എന്തായിരിക്കണം, ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ ആയിരിക്കുമെന്നാണ്. എച്ച് സൈ എക്സ് ടി എച്ച് ക്യാപ് സൈ എക്സ് ടി is equal to I H cross dou psi by dou t, where H cap is a Hamiltonian operator of a system. ഓക്കെ, ഇത്രയുമാണ് 5 പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 പോസ്റ്റുലേറ്റ്സ്. അതിനകത്ത് ആദ്യത്തെ പോസ്റ്റുലേറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, വേവ് ഫംഗ്ഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പോസ്റ്റുലേറ്റ് ആണ്. സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഓപ്പറേറ്റേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോസ്റ്റുലേറ്റ് ആണ്. ആൻഡ് തേർഡ് പോസ്റ്റുലേറ്റ് ഏഗൻ വാല്യൂ പോസ്റ്റുലേറ്റ് ആണ്, ഏഗൻ ഇക്വേഷൻസ് അതിൽ നിന്നാണ് വരുന്നത്. ഫോർത്തും ഫിഫ്ത്തും അതേ കണക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ആണ്. എങ്ങനെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ വന്നു എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ദെൻ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ടാണ് എന്തുള്ളത്, പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷൻ, പാർട്ടിക്കിൾ ഇൻ 3 ഡയമെൻഷനും ഉണ്ട്, particle in 3-dimensional box, particle in 1-dimensional box, then എന്താണ് ഹൈഡ്രജൻ വേവ് ഇക്വേഷൻ, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, സോ എന്താണ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ, എങ്ങനെയാണ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ വന്നതെന്ന് നോക്കാം. വേവ് മോഷൻ ഇൻ 1 ഡയറക്ഷനിൽ നിന്ന് നമുക്ക് എന്ത് വരും, വേവ് ഇക്വേഷൻ നമുക്ക് കിട്ടും. ആൻഡ് അത് പഠിച്ച് ഇരിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ നിന്നാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ബാക്കി ഫോർമുലാസ് എല്ലാം വന്നേക്കുന്നത്. ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 4π² ലാംഡ സ്ക്വയർ വൈ ഈസ് ഈക്വൽ ടു 0. അത് നമുക്ക് വേവ് ഇക്വേഷൻ, വേവ് മോഷൻ ഇൻ 1 ഡയറക്ഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വേവ് ഇക്വേഷൻ ആണ് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ വി ആർ എക്സ്റ്റെൻഡിങ് ദിസ് മൂവ്മെൻറ്റ്. ഇത് എന്താണ്, ഇതിലൊരു തെറ്റുണ്ട്, ഇത് ഡോ സ്ക്വയർ സൈ ആണ്, ഹിയർ ഇറ്റ് ഈസ് സൈ, ഡോ സ്ക്വയർ സൈ ആണ്. ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 4π² ബൈ ലാംഡ സ്ക്വയർ വൈ ഈസ് ഈക്വൽ ടു 0. ആൻഡ് വി ആർ എക്സ്റ്റെൻഡിങ് ദിസ് ടു 3 ഡയറക്ഷൻസ്. സോ നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്, നമുക്ക് എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെഡ് സ്ക്വയർ പ്ലസ് 4π² ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു സൈ എക്സ് വൈ സെഡ് ഈക്വൽ ടു 0. ഇങ്ങനൊരു ഇക്വേഷൻ ആയിരിക്കും. ഇവിടെയും സൈ ആണ്, ഇവിടെയും സൈ ആണ്, പ്രിൻറ്റിങ് എററാണ്. ഇങ്ങനൊരു വലിയ ഇക്വേഷൻ ആയിരിക്കും നമ്മൾ 3 ഡയറക്ഷനിലോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ ഇതാണ് ഞാനിപ്പോൾ ഈ ഇക്വേഷനാണ് ഞാനിപ്പോൾ എഴുതിയത്. ആൻഡ് ഇതിനകത്ത് ഈ 3 ഇതിനെയാണ് നമ്മൾ ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞ്, ഡെൽ സ്ക്വയർ സൈ എന്ന് പറഞ്ഞ് എഴുതുന്നത്. വെറുതെ ഡെൽ സ്ക്വയറിനെ നമ്മൾ ലാപ്ലേഷ്യൻ, അത് വേറൊരു ഓപ്പറേറ്ററാണ്, ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ, ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ. ഓക്കെ, സോ നമ്മളതിനെ ഡെൽ സ്ക്വയർ സൈ 4π² ബൈ ലാംഡ സൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ രീതിയിലേക്ക് ആക്കി. ഓക്കെ,
നമുക്കറിയാം ഡി ബ്രോഗ്ലി ഇക്വേഷനിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ലാംഡ എന്ന് പറയുന്നത് h/mv ആണ്. സോ വി ആർ ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് h/mv ഇൻ പ്ലേസ് ഓഫ് ലാംഡ. ഓക്കെ, അപ്പോൾ 4π² ആയിരുന്നു, 4π² ആയിരുന്നു. ആൻഡ് h/mv എന്ന് പറയുന്നത് mv എന്നൊപ്പം പറയുന്നത് എന്ത് പറയും, മുകളിലോട്ട് പോവും. m² v² മുകളിലോട്ട് പോയിട്ട് h² താഴോട്ട് വരും. ഓക്കെ, സോ h² ഇൻറ്റു m² v². സോ 4π² m² v² h² psi ഈസ് ഈക്വൽ ടു 0. ബാക്കി ഒന്നിനും മാറ്റമില്ല, ലാംഡയുടെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഡെറിവേഷൻസ് എഴുതി തന്നെ പഠിക്കുക. ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, and where m is the mass of the particle moving with the velocity v, total energy is equal to sum of potential energy v and kinetic energy k. അത് നമുക്കറിയാം. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ ആണെന്ന് നമുക്കറിയാം. സോ ഇ ഈസ് ഈക്വൽ ടു എന്താണ് വരുന്നത്, നമുക്ക് ടോട്ടൽ എനർജി ഇ ഈക്വൽസ് വി പ്ലസ് ½ ആണ് വരുന്നത്. ആൻഡ് ഇ മൈനസ് വി ഈക്വൽ ½ സിൻസ് നമുക്ക് mv²ൻ്റെ വാല്യൂ ഇവിടെ നിന്ന് കാണണം. സോ mv² എന്ന് പറയുന്നത് നമുക്ക് എന്തോ കിട്ടും, 2 × e - v എന്ന രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് mv² is equal to 2 × e - v. So we are going to substitute the value of mv² in equation 4. Okay, so 4 × 2 it becomes 8π². m അവിടെ ഉണ്ട്, ഒരു m മാത്രമേ v² കൂടെ ഉള്ളൂ. സോ mv² നമ്മൾ 2 × e - v എന്ന് കൊടുത്തു. 2 4ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 8 ആയല്ലോ. സോ 8π² m e - v psi xyz is equal to 0. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് വേണ്ട. സോ നെക്സ്റ്റ് നമ്മൾ ഈ ഫോമിലോട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇക്വേഷനെ ഇത് ചെയ്യുന്നു, -h²/2m del² + v × psi. psi എന്ത് ചെയ്യുന്നു, രണ്ട് ടേമിൽ നിന്നും psi കോമൺ എടുക്കുന്നു, ഇവിടെ നിന്ന് psi കോമൺ എടുക്കുന്നു. del², ഈ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ആണ് അങ്ങോട്ട് ഡെറിവേഷൻസ് ചെയ്യുമ്പോൾ ഇങ്ങനായി മാറുന്നത്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇ psi. ഓക്കെ, അത് നിങ്ങൾ അതേ കൂട്ട് പഠിച്ചു വെക്കുക. ഇതിൻ്റെ ഇടയ്ക്കുള്ള കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് വേണ്ട. വേറെ h× എന്ന് പറഞ്ഞാൽ h/2π ആണ്. ഓക്കെ, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ h∩ ഈസ് ഈക്വൽ ടു, അപ്പം നമുക്കറിയാം h∩ psi ഈസ് ഈക്വൽ ടു ഇ psi എന്ന് പറയുന്നതാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ആ h∩ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത്. ആ ഫോമിലോട്ട് നമ്മൾ എത്തി. ഓക്കെ, അങ്ങനെ അത് h∩ psi ഈസ് ഈക്വൽ ടു ഇ psi എന്ന് പറയുന്ന ഫോമിലാവുന്നു. ഇതാണ് നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അക്സെപ്റ്റബിൾ വേവ് ഫങ്ഷൻസ് ആർ ദോസ് വിച്ച് സാറ്റിസ്ഫൈ കണ്ടിന്യൂറ്റി ആൻഡ് ബൗണ്ടറി കണ്ടീഷൻസ്. അത് നമുക്കറിയാം. അക്സെപ്റ്റബിൾ വേവ് ഫങ്ഷൻസിനെ നമ്മൾ എയ്ഗൺ ഫങ്ഷൻസ് എന്ന് പറയുന്നു. അവരുടെ എനർജി വാല്യൂസ്, ഈ വാല്യൂവിനെ നമ്മൾ എയ്ഗൺ വാല്യൂസ് എന്ന് പറയുന്നു. ഓക്കെ, പിന്നെ എന്താണ്, വേവ് ഫംഗ്ഷൻ psi മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം. ഓക്കെ, ഫോർ ഈച്ച് വാല്യൂ ഓഫ് വേരിയബിൾ ദെയർ ഈസ് ഓൺലി വൺ വാല്യൂ ഓഫ് psi. psiക്ക് ഒരു വാല്യൂവേ കാണുള്ളൂ ഓരോ വേരിയബിളിന് എഗെയിൻസ്റ്റ്. ഓക്കെ, വേവ് ഫംഗ്ഷൻ psiയും അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. ഓക്കെ, സഡൻ ആയിട്ട് വാല്യൂസ് സൈഡ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്, പോസ്റ്റുലേറ്റ് 1 പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ബൗണ്ട് സ്റ്റേറ്റ്സിൽ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ psi ഇൻഫിനിറ്റി ആവുമ്പോൾ വാനിഷ് ആവണം. ഓക്കെ, പക്ഷേ psi ഇൻഫിനിറ്റി ആകുമ്പോൾ എന്താവണം, വാനിഷ് ആവണം. കാരണം ഇൻഫിനിറ്റി എന്ന് പറയുന്ന വാല്യൂ psiക്ക് വരാൻ പാടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ,
satisfying the above condition, Schrodinger equation yields significant solutions for definite values for total energy, and we can write the equation H psi n is equal to E n psi n. n എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ക്വാണ്ടം നമ്പർ ആണ്. psi n ആണ് അവിടുത്തെ ഏഗൻ ഫംഗ്ഷൻ എങ്കിൽ ഇ എൻ ആയിരിക്കും അവിടുത്തെ ഏഗൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് വേവ് ഫംഗ്ഷൻ സൈ ആണ്. നമ്മൾ നോർമലി നോക്കിക്കഴിഞ്ഞാൽ സൈക്ക് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. അതെന്താണ്, ഒരു ഇലക്ട്രോൺ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ മാത്രമേ റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയെ മാത്രമേ റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ സൈ സ്ക്വയറിനാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൈയുടെ സ്ക്വയറിനാണ് ഇവിടെ സിഗ്നിഫിക്കൻസ് വരുന്നത്. ഇറ്റ് ഹാസ് ദ പ്രോബിലിറ്റി, ഗീവ്സ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഇൻ എ ഗിവൺ എനർജി ഇ ഇൻ എ ഗിവൺ റീജിയൻ അറൗണ്ട് ദ ന്യൂക്ലിയസ്. അതുതന്നെയാണ് സൈ ആവശ്യമാണ് എന്ന് പറയാനുള്ള കാരണം അതുതന്നെയാണ്. കാരണം സൈക്ക് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും സൈ സ്ക്വയറിന് എന്തുണ്ട്, സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഓക്കെ, probability of finding a particle at a point is proportional to square of the wave function psi square at that point. അപ്പോൾ greater the wave amplitude, greater is the probability of finding an electron at a particular point. Okay, ഇനി ഇത് വെച്ചിട്ട് അറ്റോമിക് ഓർബിറ്റലിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഇതാണ്. So it is possible to identify the region of space around the nucleus where there is high probability of finding an electron. ആ സ്പേസിനെയാണ് നമ്മൾ അറ്റോമിക് ഓർബിറ്റൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അറ്റോമിക് ഓർബിറ്റൽ എന്താണ്, ഇറ്റ്സ് എ 3-dimensional region of space around the nucleus where there is high probability of finding an electron having a certain energy. എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റോമിക് ഓർബിറ്റൽ 3-dimensional സ്പേസ് ആണ്, 3-dimensional റീജിയൻ ആണ് ഒരു സ്പേസിലെ വിച്ച് ഈസ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. അവിടെ പ്രത്യേകത എന്താണ്, ഇലക്ട്രോണിനെ കാണാനുള്ള, സർട്ടൻ എനർജിയുള്ള ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ അതാണ് നമ്മുടെ പോസ്റ്റുലേറ്റ്സും ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനും. നെക്സ്റ്റ് ക്ലാസ്സിൽ പാർട്ടിക്കിൾ ഇൻ 1 dimension, 3 dimension, ദെൻ ഹൈഡ്രജൻ ആറ്റത്തിനുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും.